സോ വെരി ഗുഡ് ഈവനിങ് ഓൾ. എന്റെ സൗണ്ട് കുറച്ചൊരു ചലഞ്ച് ഉണ്ട്, ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ, ത്രോട്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്നിരുന്നാൽ പോലും എന്താണ് കോയിൻ ഫോർജ് ആണ് പറയേണ്ടത് എന്നുള്ളത് പറയുമ്പോൾ അതൊന്നും ഒരു ചലഞ്ച് അല്ല. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇപ്പൊ റഫീഖ് സാർ എന്നെ പരിചയപ്പെടുത്തി. പേര് ലിജിത്ത് എന്നാണ്, തൃശ്ശൂർ ജില്ലയിൽ വാടാനപ്പള്ളിയാണ് സ്വദേശം. ബേസിക്കലി ഞാൻ എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് ഒരു അക്കൗണ്ടന്റ് ആയിട്ടാണ്. അതായത് ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു 10 വർഷത്തോളം UAE, ഖത്തറൊക്കെ ആയിട്ട് ഞാൻ അക്കൗണ്ടന്റ് ആയിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. സോറി, ഒരു ഫിനാൻഷ്യൽ എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട്, ഒരു പരിചയമുള്ള ഒരാളാണ്. എന്നിരുന്നാൽ പോലും നമുക്കറിയാം, ഞാൻ എൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് കൂടി ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് പ്ലാനിലേക്ക് കടക്കാം. നമുക്കറിയാമല്ലോ, നമ്മൾ കുറച്ച് നാളൊക്കെ ഗൾഫിൽ നിൽക്കുമ്പോൾ അത് ഇതിലിനി പ്രവാസികൾ ഉണ്ടോ എന്നറിയില്ല. ഇന്ന് രാവിലെ ഒരു പ്രവാസിയുമായിട്ട് സംസാരിച്ചിരുന്നു ഞാൻ. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാണ് ഏതൊരു വ്യക്തിയാണെങ്കിലും പ്രവാസത്തിൽ തുടരാനായിട്ട് നിർബന്ധിതനാവുന്നത്. അതല്ലാതെ ഒരിക്കലും വളരെ ചുരുങ്ങിയ ഒരു ശതമാനം, ഞാൻ പറഞ്ഞ ഒരു 100 പേരെടുത്തു കഴിഞ്ഞാൽ ഒരു 98 പേരും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമായിരിക്കാം ഒരു പ്രവാസിയായിട്ട് തുടരുന്നത്. ബാക്കി 2 പേര് അവർക്ക് അതിൻ്റെതായുള്ള എന്റർടൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടുന്നത് കൊണ്ടും അല്ലെങ്കിൽ ആ ഫെസിലിറ്റീസ് കിട്ടുന്നത് കൊണ്ടും അവരവിടെ തുടരുന്നുണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനും ഒരു പ്രവാസിയായിരുന്നു. ഏകദേശം ഒരു 10 വർഷത്തോളം പ്രവാസത്തിലുണ്ടായിരുന്നു. നാട്ടിൽ വരണം, നാട്ടിൽ സെറ്റിൽ ആവണം, ഫാമിലിയുടെ കൂടെ ഇനിയുള്ള കാലം നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ള രീതിയിലൊക്കെ നാട്ടിൽ വന്നു. ഒരു ട്രഡീഷണൽ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. എല്ലാവർക്കും അറിയാം, നമുക്ക് നാട്ടിൽ വന്നിട്ട് ഒരു ജോലി ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. സോ എല്ലാവരും ഒരു ബിസിനസ് തന്നെയായിരിക്കും ചൂസ് ചെയ്യാം. സോ അവിടെ നമുക്കൊരു എക്സ്പീരിയൻസിന്റെ കുറവുണ്ട്. നാട്ടിൽ വന്നിട്ട് ഒരു ട്രഡീഷണൽ ബിസിനസ് ചെയ്യുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഗൾഫുകാരന് വളരെ വലിയൊരു ചലഞ്ചാണ്. ആ മാർക്കറ്റ് അദ്ദേഹത്തിന് തീരെ ഒരു പരിചയം ഉണ്ടായിരിക്കില്ല. തുടക്കത്തിൽ നമുക്കൊരു എന്താ പറയുക, ഒരു ബൂമിങ്ങും അതേപോലെ തന്നെ നല്ല രീതിയിൽ ഡെവലപ്പ് ആകുന്നു എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും നമുക്കതൊരു വലിയൊരു സപ്പോർട്ടിങ് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്റെ ബിസിനസ്, പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ എന്റെ ബിസിനസ് വലിയൊരു ഫെയിലിയറിലേക്ക് മാറി. അവിടെ നിന്ന് പതുക്കെയാണ് ഞാൻ ഒരു അക്കൗണ്ടന്റ് ആയിരുന്ന ഞാൻ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റം, അതായത് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി, മാർക്കറ്റിംഗ് എനിക്ക് ചെയ്യാൻ സാധിക്കില്ല അല്ലെങ്കിൽ സെയിൽസ് എനിക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് ഞാൻ തന്നെ വിശ്വസിച്ചിരുന്ന ഒരാളാണ്. അപ്പൊ നമുക്കറിയാലോ, അന്നത്തെ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റം എന്നൊക്കെ പറയുമ്പോൾ ഇന്നും പലരും പറയുന്നുണ്ട് അത്. പക്ഷെ എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുന്നു, ജീവിതത്തില് നമ്മളൊരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് എന്ത് തന്നെയാണെങ്കിലും നമ്മളൊരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റം ചെയ്യണം. അത് നിർബന്ധമാണ്. കാരണം അതിൽ നിന്ന് നമുക്ക് പേഴ്സണലി ഒരുപാട് ഡെവലപ്മെന്റ്സ് കിട്ടാൻ സാധ്യതയുള്ള, അത് നല്ല ഒരു ഓർഗനൈസേഷന്റെ കൂടെ അല്ലെങ്കിൽ നല്ലൊരു പ്രൊജക്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പേഴ്സണലി ഒരുപാട് ഗ്രോത്ത് കിട്ടുന്ന ഒരു മേഖലയാണ്. കാരണം നല്ല നല്ല ട്രെയിനിങ്സ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഒരുപാട് അതുപോലെയുള്ള ഫെസിലിറ്റീസ് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമുക്കൊരു പേഴ്സണലി നമുക്കൊരു അപ്വേർഡ് എന്താ പറയുക, ഒരു ഉയർന്ന ചിന്താഗതിയിലേക്ക് പോലും നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് കടന്നു വരും. ഞാൻ പറയും, ഞാനിന്ന് ഈ ഒരു നിങ്ങളുടെ മുന്നിൽ ഇന്ന് ഈ ഒരു പ്രസന്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നുള്ള ആ മേഖലയ്ക്ക് മാത്രമാണ് ഇമ്പോർട്ടൻസ് ഞാൻ പറയും. അതല്ലാതെ നമുക്ക് അവിടെ നിന്ന് നമ്മുടെ മൈൻഡ് സെറ്റ് ആവാനോ, ഒരു ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് റിക്കവർ ചെയ്തു വരാനോ ഒന്നും വേറെ ഒരു ട്രഡീഷണൽ മേഖലയിൽ നമുക്ക് സാധ്യത വളരെ കുറവാണ്. പലർക്കും ചിലപ്പോൾ ഈ എന്റെ മുന്നിൽ ഇരിക്കുന്ന പലർക്കും ചിലപ്പോൾ അത് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഞാനൊരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, എന്റെ ട്രഡീഷണൽ ബിസിനസ്സിൽ നിന്ന് നഷ്ടം വന്ന സമയത്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് മേഖലയിലേക്ക് വരുന്നത്. അവിടെ സ്വാഭാവികമായിട്ട് നമുക്ക് അന്നത്തെ കാലഘട്ടത്തിലൊക്കെ പറയുന്നത് 2018 ആ സമയത്തൊക്കെ പറയുകയാണെങ്കിൽ, 18 അല്ലെങ്കിൽ ഒരു കോവിഡിന് തൊട്ട് ശേഷം, അത് ആ ഭാഗത്തൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റ് ബേസ് ചെയ്തിട്ടുള്ള പ്രൊജക്ടുകൾ ഉണ്ടായിരുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് അവിടെ എന്താണ്, ഒരു സിസ്റ്റം പഠിക്കാൻ പറ്റി എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമാണ് അവിടെ സംഭവിച്ചത്. കാരണം നമുക്കറിയാം, അതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് പ്രൊഡക്റ്റ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് എന്താണ്, എല്ലാ പ്രൊജക്ടുകളെല്ലാം ഞാൻ പറയുന്നത് ഇന്നും നിലവിൽ നല്ല രീതിയിൽ റൺ ചെയ്തു പോകുന്ന, വർഷങ്ങളായിട്ട് പോകുന്ന പ്രൊജക്ടുകൾ ഉണ്ട്. പക്ഷെ അവിടെ ഒരു പ്രൊഡക്റ്റിന് ഒരു ഊതി വീർപ്പിച്ച വിലയൊക്കെ പ്രൈസ് ഒക്കെ വെച്ചിട്ടായിരിക്കും ആ ഒരു കൺസെപ്റ്റ് റൺ ചെയ്ത് പോകുന്നുണ്ടായിരിക്കാം. അതേപോലെ തന്നെ നമുക്കറിയാം, അതിൽ ഒരുപാട് നമ്മൾ പല സ്ഥലങ്ങളിലും കേട്ടിട്ടുള്ള സത്യങ്ങൾ അതാണ്. അതായത് ഒരുപാട് ലീഡേഴ്സിന് മാത്രമേ അതിലൊക്കെ ഇൻകം ലഭിക്കുള്ളൂ എന്നുള്ളതാണ്.
തരത്തിലുള്ള ഉറപ്പ് എനിക്ക് തരാൻ പറ്റും എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ വേണ്ടപ്പെട്ടവരിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്ത് കൊടുത്തത്. എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്തവർക്ക് അറിയാം എത്രത്തോളം മാറ്റം അവരുടെ ലൈഫിൽ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഈ കോയിൻ ഫോർജ് എന്നുള്ള ഈ ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. കാരണം ഞാൻ പറഞ്ഞു, ഇതൊരു ജസ്റ്റ് ഒരു ക്രിപ്റ്റോ കറൻസി ബേസ് ചെയ്തുള്ള ഒരു പ്രൊജക്ട് ആയതുകൊണ്ടല്ല ഞാനിത് ഏറ്റെടുത്തത്. ഇതൊരു പ്യുവർലി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് കോൺട്രാക്ട്, അതും ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ പോരാ, നമുക്കത് പബ്ലിക് ബ്ലോക്ക് ചെയിനിലാണ് ഇത് റൺ ചെയ്യുന്നത്. പോളിഗൺ എന്ന് പറയുന്ന ഒരു പബ്ലിക് ബ്ലോക്ക് ചെയിനിലാണ് ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 100% ട്രാൻസ്പെറന്റ് ആണ്. പിന്നെ ഇതിൽ ഉപയോഗിക്കുന്ന കറൻസി, ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ USDT എന്നുള്ള ഒരു ഡിജിറ്റൽ, അതായത് നമ്മുടെ US$ ഒരു ഡിജിറ്റൽ വെർഷൻ നോക്കുമ്പോൾ വേൾഡ് വൈഡ് നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് നമ്മുടെ സ്വന്തം ബിസിനസ് മറ്റൊരു വ്യക്തിയുടെ ബിസിനസ്സോ മറ്റൊരു കമ്പനിയുടെ ബിസിനസ്സോ ആയിട്ട് കാണാതെ നമ്മളുടെ സ്വന്തം ബിസിനസ് ആയിട്ട്, ഈവൻ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് പോലും വേൾഡ് വൈഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് കൂടിയാണ് കോയിൻ ഫോർജ്. പിന്നെ ഇപ്പൊ എനിക്ക് ഉള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞു എംപവർ എന്നുള്ളൊരു ഓർഗനൈസേഷൻ, ഏകദേശം 5 വർഷം മുൻപ് എനിക്ക് ഈ ഒരു ഓർഗനൈസേഷന്റെ ഭാഗമാവാനായിട്ടൊരു ചാൻസ് കിട്ടിയതാണ്. മുൻപ് ഞാൻ പറഞ്ഞ അതേപോലെ തന്നെ ഇത് പലതരത്തിലുള്ള അറിവില്ലായ്മകൾ നമുക്കുണ്ടായിരിക്കും. ആ സമയത്ത് എംപവറുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം മിസ്സാക്കി കളഞ്ഞതിൽ, ഞാൻ പല പ്രോഗ്രാമുകളിലും എംപവറിന്റെ ലീഡേഴ്സിന്റെ അടുത്തും പറഞ്ഞിട്ട് ഒരു കാര്യമാണ്, മിസ്സാക്കി കളഞ്ഞിട്ടുള്ളതിൽ ഓപ്പർച്യൂണിറ്റി മിസ്സാക്കിയത്, അതായത് എംപവറിന്റെ കൂടെ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കിയതിൽ ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ഞാനായിരിക്കും ഇന്ന് എംപവറിലുള്ളതിൽ. കാരണം ഒരുപാട് വർഷം ഞാൻ മിസ്സാക്കി കളഞ്ഞു, എൻ്റെ ഒരുപാട് നേട്ടങ്ങൾ അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. സോ ഇനി കോയിൻ ഫോർജിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനൊരു സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട്, അതും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഞാനത് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു ഭയം വരുന്ന കാര്യമായിരിക്കും, ഒരു ഓപ്പർച്യൂണിറ്റി കേൾക്കാൻ നമ്മുടെ സുഹൃത്ത് വിളിക്കുന്ന സമയത്ത് മുൻപ് കിട്ടിയിട്ടുള്ള പല എക്സ്പീരിയൻസുകളിൽ നിന്നും നമുക്കത് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ പോലും പേടി ഉള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കോയിൻ ഫോർജിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു നെക്സ്റ്റ് ജനറേഷൻ Web3 ഇക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതായത് Web1 സീരീസ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ Web1 കാലഘട്ടം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്റർനെറ്റ് നമ്മുടെ കയ്യിലേക്ക് എത്തിയ കാലം, നമുക്ക് ഇമെയിൽസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കുമായിരുന്നു. അതേപോലെ തന്നെ ഇപ്പൊ ഇന്റർനെറ്റ് വന്ന കാലം എന്ന് പറഞ്ഞാൽ മണി ട്രാൻസാക്ഷൻസിന്റെ ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ അന്ന് പോസ്റ്റ് ഓഫീസിനെ പോലും ഡിപ്പെൻഡ് ചെയ്തിരുന്ന കാലങ്ങളാണ്. അതായത് നമുക്കൊരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിലേക്ക് ഫണ്ട് അയക്കണമെങ്കിൽ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് മണി ഓർഡർ ഒക്കെ അയച്ചിരുന്ന ഒരു കാലഘട്ടമൊക്കെ നമുക്കൊരു Web3 കാലഘട്ടമായിട്ട് എടുക്കാവുന്നതാണ്. അന്നും നമുക്ക് അവിടെ ഒരു വരുമാനം നേടാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അവിടെ അതേ സമയം തൊട്ടിട്ട് നമ്മൾ ഈ ഒരു ഇന്റർനെറ്റിന്റെ ഉപഭോക്താക്കളാണ് നമ്മളെല്ലാവരും, ഭൂരിഭാഗം പേര്. അന്നൊരു ഇന്റർനെറ്റ് കഫേ ഒക്കെ തുടങ്ങുകയായിരുന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാശുണ്ടാക്കാമായിരുന്നു. പക്ഷെ ആ Web1 കാലഘട്ടം നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. ഇനി Web2ലേക്ക് വരികയാണെങ്കിൽ അവിടെയും നമുക്ക് അത് കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ടെക്നോളജി അതുപോലെ തന്നെ ഇന്റർനെറ്റും അപ്ഗ്രേഡ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് Web2 വരുന്നത്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലെയുള്ള ആപ്ലിക്കേഷൻസ്, അതേപോലെ തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഒക്കെ പോലെയുള്ള ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ്, ഇതൊക്കെ വന്നിട്ടുള്ളത് Web2വിന്റെ കാലഘട്ടത്തിലാണ്. അപ്പൊ ഇതൊക്കെ പറഞ്ഞപ്പോ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഈ ഫ്ലിപ്കാർട്ട് ആണെങ്കിലും ആമസോൺ ആണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്നെല്ലാം നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മൾ ആ പ്ലാറ്റ്ഫോമിന് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്തിരുന്നത് ജെഫ് ബെസോസിനും അതുപോലെ തന്നെ ബെഞ്ചാലി സഹോദരങ്ങൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ബിൻസാൽ സഹോദരങ്ങൾക്കൊക്കെ നമ്മൾ കാശുണ്ടാക്കാനുള്ള അവസരം നമ്മളായിട്ട് തന്നെ കൊടുത്തു. അപ്പോഴും നമ്മൾ അവിടെ ഒരു ഉപഭോക്താവായിട്ട് തുടരുകയാണ് നമ്മൾ ചെയ്തത്. അപ്പോ ഇനി Web3 കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ ഇനിയും 2 വെർഷൻ, ഇന്റർനെറ്റിന്റെ 2 വെർഷൻ നമുക്ക് പോയിട്ടുണ്ട്. പക്ഷെ ഇന്റർനെറ്റിന്റെ 3ാമത്തെ വെർഷനിലേക്ക് വന്നപ്പോൾ അത് ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികൾ, അതായത് ബ്ലോക്ക് ചെയിൻ പോലെയുള്ള വളരെ സേഫസ്റ്റ് ആയിട്ടുള്ള, അതായത് ഡാറ്റ നമുക്ക് സെർവറുകളിൽ നിന്ന് ഹാക്ക് ചെയ്യപ്പെട്ടു പോയിരുന്നത് പോലെ ഇനി സംഭവിക്കില്ല, അത്തരത്തിലുള്ള ടെക്നോളജികളിലേക്കാണ് ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഒക്കെ വരുന്നത്. അപ്പോൾ അതിലും നമുക്ക് ഈ ബ്ലോക്ക് ചെയിൻ ഉപയോഗിക്കുന്ന ഒരു ഏരിയ മാത്രമാണ് ക്രിപ്റ്റോ കറൻസി. ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് ഒരിക്കലും ക്രിപ്റ്റോ കറൻസി അല്ല, പക്ഷെ ബ്ലോക്ക് ചെയിൻ ഉപയോഗിച്ചുകൊണ്ടാണ് ക്രിപ്റ്റോ കറൻസി എന്നുള്ള ആ ഒരു സിസ്റ്റം റൺ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം അവിടെ ഉണ്ട്, നമുക്ക് ഡാറ്റ ഒരിക്കലും
ഹാക്ക് ചെയ്യപ്പെട്ടു പോകുന്നില്ല. അപ്പൊ നമ്മൾ നാട്ടിൽ കേട്ടിട്ടുള്ള പല ക്രിപ്റ്റോ സ്കാം പ്രൊജക്ടുകളും ഒരിക്കലും എന്തല്ല, ക്രിപ്റ്റോ കറൻസികളല്ല ഇതൊന്നും സ്കാം നടത്തിയിട്ടുള്ളത്. പല കമ്പനികളും പല വ്യക്തികളുമാണ് ആ ക്രിപ്റ്റോ കറൻസിയുടെ മറവില് അത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തിപ്പോയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കോയിൻ ഫോർജിന്റെ കേസിൽ എടുത്ത് പറയാൻ പറ്റും, ഇതൊരു പ്യുവർലി, അതായത് ഒരു മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ ഒരു ബാക്ക് എൻഡിൽ ഒരു അഡ്മിന്റെ കൺട്രോൾ ഇല്ലാതെ ഓട്ടോമാറ്റിക് ആയിട്ട് റൺ ചെയ്യുന്ന സ്മാർട്ട് കോൺട്രാക്ട് സിസ്റ്റങ്ങളാണ്. അതും ഫുള്ളി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ നമുക്ക് ഭാവിയിലേക്ക് ഡിജിറ്റൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കഴിഞ്ഞ ഏകദേശം ഒരു 11 മാസത്തോളമായിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഒരുപാട് 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 ഫാമിലിയിലേക്ക് വളരെ നല്ല രീതിയിലുള്ള ഇൻകം ജനറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് കോയിൻ ഫോർജ്. അതേപോലെ തന്നെ അതിന്റെ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ആയിട്ട് എംപവർ കൂടി നിൽക്കുമ്പോൾ അതിന്റെ വാല്യൂ ഒന്നുകൂടി വളരെയാണ് അല്ലെങ്കിൽ ഉയരുകയാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇപ്പൊ കോയിൻ ഫോർജിന്റെ മിഷൻ ആൻഡ് വിഷൻ. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഓൾറെഡി വലിയൊരു കമ്മ്യൂണിറ്റിയിലേക്ക് വേൾഡ് വൈഡ് ആയിട്ട് ഒരു ഡിജിറ്റൽ അസറ്റ് എത്തിക്കുക എന്നുള്ളതാണ് അതിന്റെ മിഷൻ വരുന്നത്. വിഷൻ ആയിട്ട് വരുന്നത്, അതായത് കോയിൻ ഫോർജ് അതിന്റെ വിഷൻ വൺ ഓഫ് ദി ലീഡിങ് ബ്ലോക്ക് ചെയിൻ പ്ലാറ്റ്ഫോം, അതായത് വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ ആ മാർക്കറ്റിനെ ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായി മാറുക എന്നുള്ളതാണ് കോയിൻ ഫോർജിന്റെ വിഷൻ ആയിട്ട് വരുന്നത്. പ്യുവർലി എന്താണ്, ഒരു ക്രിപ്റ്റോ കറൻസി ബേസ് ചെയ്തിട്ടുള്ള, കാരണം വേൾഡ് വൈഡ് ആയിട്ട് ഒരു പ്രൊജക്ട് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് തന്നെയായാലും അതൊരു ക്രിപ്റ്റോ കറൻസി, വൺ വേൾഡ് വൺ കറൻസി എന്നുള്ള ഒരു സിസ്റ്റം തന്നെ, അല്ലെങ്കിൽ ആ ഒരു ഫ്രേസ് തന്നെ അപ്ലിക്കബിൾ ആവുന്നത് ക്രിപ്റ്റോ കറൻസി മേഖലയിലാണ്. സോ അതുകൊണ്ടാണ് USDT എന്ന് പറയുന്ന ഒരു സ്റ്റേബിൾ കോയിൻ നമുക്ക് ഇതിൽ ട്രാൻസാക്ഷൻ എലമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറഞ്ഞു ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്, അതായത് ഏറ്റവും സേഫ് ആയിട്ട് ഏതൊരു വ്യക്തിയുടെ ആണെങ്കിലും ഡാറ്റ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ട്രാൻസാക്ഷൻസ് അത്രയും സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് എത്ര കാലം വേണമെങ്കിലും അത് അത്രയും സേഫ് ആയിട്ട് കസ്റ്റഡിയിൽ വെക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സ്മാർട്ട് കോൺട്രാക്ട് ഇത്രയേ ഉള്ളൂ. കോൺട്രാക്ട് തന്നെയാണ്, നമ്മൾ പല കോൺട്രാക്റ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, കേട്ടിട്ടുണ്ടായിരിക്കും. കോൺട്രാക്ട് എന്താണെന്ന് നമുക്കറിയാലോ, ഒരു രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു കരാറാണ്. ചില കോൺട്രാക്റ്റുകൾ അവിടെ ഒരു മിഡിൽമാൻ ഒരു എന്താ പറയാ, ഒരു മധ്യസ്ഥൻ ഉണ്ടാവാറുണ്ട്. അതായത് ഈ മധ്യസ്ഥന്റെ കയ്യിലായിരിക്കും എല്ലാ കൺട്രോളും കിടക്കുന്നത്. ആ മധ്യസ്ഥനെ ആർക്ക് സ്വാധീനിക്കാൻ സാധിക്കുന്ന ആ രീതിയിൽ ആ കോൺട്രാക്റ്റുകൾ മാറ്റപ്പെട്ടിട്ടുള്ള കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഈവൻ റിയൽ എസ്റ്റേറ്റ് മേഖലകളാണെങ്കിൽ പോലും സെല്ലർക്ക് കിട്ടുന്ന സെല്ലർ ആവശ്യപ്പെട്ടിട്ടുള്ള എമൗണ്ട് ആയിരിക്കില്ല മധ്യസ്ഥൻ ബയ്യറോട് പറയുന്നത്. അവിടെയും 2-3 പേരുണ്ടെങ്കിലും ഓട്ടോമാറ്റിക്കലി അവര് പോലും അത് ഒരു എന്താ പറയാ, ഒരു മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള റേറ്റിലേക്കൊക്കെ എത്തിക്കുന്ന കാര്യം. ആ കാലഘട്ടമൊക്കെ ഇനി കഴിയാൻ പോവുകയാണ് എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള ഡിജിറ്റൽ സർവേകളുടെ ഒക്കെ ഭാഗം വരുന്നത്. എല്ലാ ഡാറ്റകളും ഇന്ന് ബ്ലോക്ക് ചെയിനിൽ ഓൾമോസ്റ്റ് അപ്ലോഡ് ആയി കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ തെലുങ്കാന, ആന്ധ്ര പോലെയുള്ള സ്ഥലങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ആ സംസ്ഥാനങ്ങളിലെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഓൾറെഡി പോളിഗൺ എന്ന് പറയുന്ന നമ്മളുടെ കോയിൻ ഫോർജ് ഉപയോഗിക്കുന്ന ഏതാണ് ബ്ലോക്ക് ചെയിൻ, ആ ബ്ലോക്ക് ചെയിനിലാണ് അവിടുത്തെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എല്ലാം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്മാർട്ട് കോൺട്രാക്ടിന്റെ പ്രത്യേകത ഇത് വൺസ് അത് ഒരു കോഡഡ് കോൺട്രാക്ട് ആണ്, അതല്ലാതെ എഴുതി നമ്മൾ മാനുവലി എഴുതുന്ന ഒരു കോൺട്രാക്ട് അല്ല, ഒരു പ്രോഗ്രാമുകളോട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കോൺട്രാക്ട് ആയിരിക്കും. ഇത് ബ്ലോക്ക് ചെയിനിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൽ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനി ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് റണ്ണിങ്ങും ആയിരിക്കും. അതാണ് സ്മാർട്ട് കോൺട്രാക്റ്റുകളുടെ പ്രത്യേകത. അത് ഡീസെൻട്രലൈസ്ഡ് കൂടി ആവുമ്പോൾ അത് ക്രിയേറ്റ് ചെയ്ത വ്യക്തിക്ക് പോലും നാളെ ഒരു മാറ്റം വരുത്തണം എന്ന് വിചാരിച്ചാൽ അതിന് പോലും കഴിയാത്ത രീതിയിലാണ് ഡീസെൻട്രലൈസ്ഡ് സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു ഡീസെൻട്രലൈസ്ഡ് സ്മാർട്ട് കോൺട്രാക്ട് ആയതുകൊണ്ടാണ് കോയിൻ ഫോർജ് ഇത്രയും നമ്മൾ സീരിയസ് ആയിട്ട് ഇത്രയും കോൺഫിഡൻസോട് കൂടിയിട്ട് നമ്മുടെ വേണ്ടപ്പെട്ടവരിലേക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. കൂടെ എംപവറിന്റെ ഒരു സപ്പോർട്ട് കൂടി ആകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല രീതിയിൽ വളരെയധികം കോൺഫിഡൻസോട് കൂടിയിട്ട് നമുക്ക് ഏൺ ചെയ്യാനായിട്ടും സാധിക്കുന്നുണ്ട്. സോറി, കോയിൻ ഫോർജിന്റെ കേസ് ഒന്നുകൂടി എടുത്ത് പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഡിസംബർ 8-ാം തീയതി ലൈവ് ആയിട്ടുള്ള ഫോർജ് റിവോൾവ് എന്നുള്ള ഇതിന്റെ പ്രീമിയം പ്രൊജക്ടുകളാണ് അല്ലെങ്കിൽ പ്രീമിയം ലെവൽ കോൺട്രാക്റ്റുകളാണ് ഇപ്പോ ഒട്ടുമിക്ക കോയിൻ ഫോർജ് എന്നുള്ള ഒരു പ്രൊജക്റ്റിലെ മെമ്പേഴ്സും പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. കാരണം എല്ലാവർക്കും ആവശ്യം പണം തന്നെയാണ്. അപ്പൊ ഏറ്റവും നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം, അതായത് കോയിൻ ഫോർജിന്റെ രണ്ടാമത്തെ പ്രൊജക്റ്റ് ആണ് ഈ ഫോർജ് റിവോൾവ് എന്ന് പറയുന്ന
പ്രീമിയം കോൺട്രാക്റ്റുകൾ. മറ്റൊരു പ്രൊജക്ട് കഴിഞ്ഞ വർഷം മാർച്ച് 13 ലൈവ് ആയിട്ടുള്ള ഫോർജ് റൈസ് ഓൾറെഡി റണ്ണിങ് ആണ്, സ്റ്റിൽ റണ്ണിങ് ആണ്. അതിന്റെ കൂടെ ഒരു പ്രീമിയം ലെവൽ ഏണിങ്സിലേക്ക് നമുക്ക് എല്ലാവർക്കും മാറാൻ വേണ്ടിയിട്ടാണ് ഫോർജ് റിവോൾവ് സ്റ്റാർട്ട് ആയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിന്റെ മൂന്നാമത്തെ കോൺട്രാക്ട് ആയിട്ടുള്ള റോയൽറ്റി കഴിഞ്ഞ മാസം ജനുവരി 1 മുതൽ അതും ലൈവ് ആയിട്ടുണ്ട്. അപ്പൊ ഓരോ പറഞ്ഞ കാര്യങ്ങളും റോഡ് മാപ്പിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം കറക്റ്റ് ആ പറഞ്ഞ ടൈമിങ്ങിൽ ലൈവാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്ട് കൂടിയാണ് കോയിൻ ഫോർജ്. ഇനി ഇതിന്റെ ഫോർജ് റിവോൾവിന്റെ സിസ്റ്റം നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം എന്തിനാണ് കോയിൻ ഫോർജ് നമ്മളിലേക്ക് എത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും നമ്മൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഈ ഒരു പ്രൊജക്ട് എത്തിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞു ബിറ്റ് കോയിന്റെ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ 2010 കാലഘട്ടത്തിലൊക്കെ വെറും 2 രൂപയിൽ താഴെ വാല്യൂ ഉണ്ടായിരുന്ന ആ ഒരു കോയിൻ, ആ ഒരു ഡിജിറ്റൽ അസറ്റ് ഇന്ന് 80 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നിൽക്കുകയെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് പേരുടെ കയ്യിലേക്ക് പതിയെ അത് എത്തപ്പെട്ടു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ബിറ്റ് കോയിന് ഇത്രയും വർഷം കൊണ്ട് 10, 15, 16 വർഷം കൊണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ആ ഒരു കറൻസിയുടെ ഇത്രയും വലിയൊരു ഗ്രോത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോ ഇവിടെ കോയിൻ ഫോർജിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു 100 കോടി കോയിൻ ആണ് കോയിൻ ഫോർജ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കസ്റ്റമർ ക്രിയേഷൻ ആണ് കോയിൻ ഫോർജിന്റെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റത്തിലൂടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മളെല്ലാവരും ചെയ്യുന്നത് കോയിൻ ഫോർജ് എന്നുള്ള ഒരു പ്രൊജക്ടിന്റെ 100 കോടി കോയിൻ അതിന് വാല്യൂ കൂടാനും അതുപോലെ തന്നെ അതിന്റെ സർക്കുലേഷന് വേണ്ടിയിട്ടുള്ള കസ്റ്റമർ ബേസ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ട്രഡീഷണൽ ബിസിനസ്, ഒരു ഷോപ്പ് ആണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഷോപ്പിന്റെ സക്സസ് എന്ന് പറയുന്നത് അതിന്റെ കസ്റ്റമേഴ്സ് തന്നെയാണ്. അപ്പൊ ആദ്യമേ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സിസ്റ്റം കൊണ്ടുവന്ന് നല്ല ഒരു കസ്റ്റമർ ബേസ് ക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ട് അത്രയും സോളിഡ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ ബേസ് കൊണ്ടുവന്നതിന് ശേഷം ആ ഷോപ്പ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ അതിലൂടെ അതിന്റെ പ്രൊഡക്റ്റ് എല്ലാം വിറ്റ് പോകുന്നു. അവർക്ക് അതിനുള്ള ടേൺ ഓവർ ഒക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടായിരിക്കും. ടേൺ ഓവർ കൊണ്ടുവരാനായിട്ടായിരിക്കില്ല അവർ എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരിക്കും. ആദ്യം ആ ഒരു കസ്റ്റമർ ബേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അതിനു വേണ്ടി അതേപോലെ തന്നെയാണ് ഇപ്പോ കോയിൻ ഫോർജ് ചെയ്യുന്നത്. കസ്റ്റമറുടെ ഒരു ബേസ് അല്ലെങ്കിൽ ഒരു വലിയൊരു വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ ബേസ് ആണ് നമ്മൾക്ക് ഈ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റത്തിലൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് തരുന്നത്. ഏകദേശം നമുക്കൊരു 8 കോൺട്രാക്റ്റുകളാണ് നമുക്ക് ഫോർജ് റിവോൾവിലുള്ളത്. $15 മുതൽ $1500 വരെ വാല്യൂ വരുന്ന, അപ്പൊ ടോട്ടൽ വാല്യൂ നോക്കുകയാണെങ്കിൽ ഒരു 3090 USDT, ഇന്ത്യൻ രൂപ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 3 ലക്ഷം രൂപയിൽ താഴെയുള്ള ഒരു എമൗണ്ട് ആണ് നമുക്ക് ഇത്രയും വലിയ വേൾഡ് വൈഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് മുടക്കേണ്ടി വരുന്നത്. ഇത് തന്നെ റൺ ചെയ്യുന്നത് ഇപ്പൊ നേരത്തെ കണ്ട സ്ലൈഡിൽ കോൺട്രാക്റ്റുകളുടെ വാല്യൂവും ഓരോ കോൺട്രാക്ടിന്റെ നമ്പറും ആയിരുന്നുണ്ടെങ്കിൽ ഈ സ്ലൈഡിൽ നമുക്ക് ചെറിയൊരു ഡിഫറൻസ് കാണാം. ഓരോ കോൺട്രാക്ടിന്റെ താഴെയും T3, T40 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ കോഡുകൾ കാണുന്നുണ്ട്. അതായത് അവിടെ സംഭവിക്കുന്ന കാര്യം എന്താ വെച്ചാൽ ഇതൊരു മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മാർക്കറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും അവിടെ എന്ത് വേണം, ഒരു ഇൻകം ഡിസ്ട്രിബ്യൂഷൻ നടക്കണം. ആ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസം ആണ് T3, ടെർമിനൽ 3 എന്ന് പറയുന്നതും അതുപോലെ തന്നെ ടെർമിനൽ 14 എന്ന് പറയുന്നതും. ഇപ്പൊ ഇവിടെ നമുക്ക് ഒരു വ്യക്തി കോയിൻ ഫോർജിന്റെ ഭാഗമാകുമ്പോൾ, അത് ഫോർജ് റിവോൾവിലൂടെയാണ് കോയിൻ ഫോർജിന്റെ ഭാഗമാകുന്നത് എങ്കിൽ അദ്ദേഹം എത്ര എമൗണ്ടിന്, എത്ര കോൺട്രാക്റ്റുകളാണോ അദ്ദേഹം ആക്ടിവേറ്റ് ചെയ്യുന്നത്, ആ കോൺട്രാക്ട് എമൗണ്ടിന്റെ 50%, 50% ആയിരിക്കും അദ്ദേഹത്തിന് ടോക്കൺ ആയിട്ട്, അദ്ദേഹത്തിന്റെ ഫ്യൂച്ചറിലേക്കുള്ള ഡിജിറ്റൽ അസറ്റ് ആയിട്ട് കിട്ടുന്നത്. അതിന്റെ കൂടെ തന്നെ അദ്ദേഹത്തിന് ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ലിങ്ക് കൂടി ലഭിക്കുന്നുണ്ടായിരിക്കും. അതിന് അദ്ദേഹത്തിന് കസ്റ്റമർ ബേസ് ക്രിയേറ്റ് ചെയ്യണോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യണോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ചോയ്സ് ആണ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്ന രണ്ട് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അസറ്റുകളെന്നോ നമുക്ക് പറയാം. കോയിൻസും ടോക്കനും കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ലിങ്കും കിട്ടുന്നുണ്ട്. ഇനി T3 സെഗ്മെന്റിൽ വരുന്ന കോൺട്രാക്റ്റുകൾ ഇതിൽ നോക്കുകയാണെങ്കിൽ 8 കോൺട്രാക്റ്റിൽ 4 കോൺട്രാക്റ്റുകൾ T3 മെക്കാനിസത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അതിന്റെ സിസ്റ്റം എങ്ങനെയാണ് വരുന്നത്, അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു അഫിലിയേറ്റ് ലിങ്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ എത്ര വാല്യൂ ഉള്ള കോൺട്രാക്റ്റ് ആണോ നമ്മൾ ആക്ടിവേഷൻ ചെയ്തിട്ടുള്ളത് അതിന്റെ 50% ആയിരിക്കും നമുക്ക് ടോക്കൺസ് കിട്ടിയിട്ടുണ്ടായിരിക്കുക. അതേപോലെ നമ്മളൊരു വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഒരു സുഹൃത്തിലേക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം ആക്ടിവേറ്റ് ചെയ്യുന്ന കോൺട്രാക്ട് വാല്യൂ അത് T3 മെക്കാനിസത്തിലാണെങ്കിൽ ആ കോൺട്രാക്ട് വാല്യൂവിന്റെ 80% നമുക്ക് USDT, അതായത് സ്പോട്ടിൽ ക്യാഷ് ആയിട്ട് ലഭിക്കുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ
ആ കോൺട്രാക്ട് വാല്യൂവിന്റെ 75% നമുക്ക് ടോക്കൺ അഡീഷണലി നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് 50% കോൺട്രാക്ട് വാല്യൂവിന്റെ ടോക്കൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ റെഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് 75% ആയിരിക്കും കിട്ടുന്നത്. രണ്ടാമത്തെ വ്യക്തിയെ നമ്മൾ റെഫർ ചെയ്യുന്ന സമയത്തും സെയിം മെക്കാനിസം ആയിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇനിയിപ്പോ മൂന്നാമത്തെ ഒരു വ്യക്തി നമ്മൾ ഡയറക്റ്റ് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സ്വന്തമായിട്ട് അവിടെ റിവോൾവ് സംഭവിക്കുന്നു അല്ലെങ്കിൽ റീബർത്ത് നടക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് അവിടെ ട്രീറ്റ് ചെയ്യാം. കാരണം നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്ത അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളിലേക്ക് എത്തിച്ചു തന്ന വ്യക്തിക്ക് ഒരു ഇൻകം കിട്ടുന്ന ഒരു സിസ്റ്റമാണ് ഈ മൂന്നാമത്തെ ഐഡിയിൽ നടക്കുന്ന അല്ലെങ്കിൽ മൂന്നാമത്തെ ഐഡി പ്ലേസ്മെന്റ് നടക്കുമ്പോൾ കിട്ടുന്ന അല്ലെങ്കിൽ സംഭവിക്കുന്ന ആ റിവോൾവ് അല്ലെങ്കിൽ നമ്മുടെ ഐഡിയുടെ റീബർത്ത് എന്ന് പറയുന്നത്. പക്ഷെ റീബർത്ത് നടന്നാലും നമുക്ക് അവിടെ വലിയൊരു ഓപ്പർച്യൂണിറ്റി അവിടെ എടുക്കുന്നുണ്ട്. അതായത് നമ്മൾ റെഫർ ചെയ്ത വ്യക്തി ഏത് കോൺട്രാക്ട് എമൗണ്ടിലാണോ T3 വരുന്ന ഏത് കോൺട്രാക്ട് ആണോ ആക്ടിവേഷൻ ചെയ്തിട്ടുള്ളത് അതിന്റെ 75% ടോക്കൺ നമുക്ക് തന്നെയായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. സോ അത് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഫ്യൂച്ചറിലേക്ക് നമുക്ക് നമ്മുടെ കയ്യിൽ ഓട്ടോമാറ്റിക്കലി അസറ്റിന്റെ എണ്ണം കൂടുന്നുണ്ടായിരിക്കും. വാല്യൂ കൂടുന്നതിനനുസരിച്ച് ഓരോ കോയിന്റെ അല്ലെങ്കിൽ ഓരോ ടോക്കന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ കയ്യിൽ എണ്ണം കൂടി ഉണ്ടെങ്കിൽ വളരെ വലിയൊരു ഡിജിറ്റൽ അസറ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ അസറ്റിന്റെ വാല്യൂ ഫ്യൂച്ചറിലേക്ക് വളരെ വലുതായിരിക്കും. നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻകം അത് സ്പോട്ടിൽ തന്നെ കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് T14 സ്ട്രക്ചർ ഇവിടെ വർക്ക്ഔട്ട് ആവുന്നത് ഇങ്ങനെയാണ്. കാരണം ഇതൊരു കുറച്ചുകൂടി ഇലാബറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വലിയൊരു ടീം വർക്ക് കൂടി നമുക്കിവിടെ പോസിബിൾ ആവുന്നുണ്ട്. ഇത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം നമ്മൾ ഇവിടെയും നമ്മൾ ആക്ടിവേഷൻ ചെയ്യുന്ന സമയത്ത് T14 മെക്കാനിസത്തിലുള്ള കോൺട്രാക്ട് ആണെങ്കിലും നമ്മൾ ആക്ടിവേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് 50% തന്നെയാണ് ടോക്കൺസ് ലഭിക്കുന്നുണ്ടായിരിക്കുക. റെഫർ ചെയ്യുന്ന സമയത്ത് 30% നമുക്കിവിടെ റെഫറൽ ബോണസ് ആയിട്ട് USDT അതായത് ലിക്വിഡ് ക്യാഷ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ആ കോൺട്രാക്ട് വാല്യൂവിന്റെ 30% ആയിരിക്കും. ഇവിടെ പ്ലേസ്മെന്റ് അത് നമ്മുടെ ഫസ്റ്റ് ലെവൽ അല്ലെങ്കിൽ ഫസ്റ്റ് ജനറേഷനിൽ നമുക്ക് 2 പ്ലേസ്മെന്റ് ആയിരിക്കും അവൈലബിൾ ആയിട്ടിരിക്കുക. അതിൽ വരുന്ന പ്ലേസ്മെന്റിൽ നിന്നല്ല നമുക്കൊരു 20% ലെവൽ ഇൻകം കിട്ടുന്നുണ്ടായിരിക്കും. നെക്സ്റ്റ് ഒരു സെക്കൻഡ് ലെവലിൽ വരുന്ന 4 പ്ലേസ്മെന്റിൽ നിന്ന് നമുക്ക് 10% ആയിരിക്കും റെഫറൽ ഇൻകം വരുന്നത്. അതേപോലെ തന്നെ മൂന്നാമത്തെ ജനറേഷനിൽ വരുന്ന 8 പ്ലേസ്മെന്റുകളിൽ നിന്ന് നമുക്ക് 10% തന്നെയാണ് ലെവൽ ബോണസ് കിട്ടുന്നുണ്ടായിരിക്കുക. അതിന്റെ കൂടെ ഇതിൽ എത്ര പേരെ നമ്മൾ ഡയറക്റ്റ് റെഫർ ചെയ്യുന്നുണ്ടോ അതിലെല്ലാം നമുക്ക് 30% റെഫറൽ ബോണസും 75% ടോക്കൺസും കിട്ടുന്നുണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു 14 പേരുടെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് വീണ്ടും നമ്മളുടെ ഐഡി T3 സെഗ്മെന്റിൽ സംഭവിച്ച അതേപോലെ തന്നെ ഒരു റീബർത്ത് അല്ലെങ്കിൽ റിവോൾവ് സംഭവിക്കുന്നുണ്ടായിരിക്കും. നമുക്ക് വീണ്ടും ഒരു 14 പേരെ ഇതിൽ ഓട്ടോമാറ്റിക് ഇതുപോലെ ഫില്ലിങ്ങിലൂടെ നമുക്ക് അത് നമ്മുടെ ഓൾറെഡി ഉള്ള ടീമിലുള്ളവർ വരും, അതുപോലെ തന്നെ പുതിയ മെമ്പേഴ്സ് വരും. ഇനി ക്രോസ് ലൈനിൽ നിന്ന് പോലും വരാനുള്ള സാധ്യതയുള്ള രീതിയിലാണ് ഈ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇൻകം ഒരിക്കലും നിൽക്കില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ ഇവിടെ തന്നെ നമുക്ക് നോക്കിയാൽ കാണാം ഏകദേശം ഒരു ട്രാൻസാക്ഷനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ആക്ടിവേഷനിൽ നിന്ന് ഏകദേശം ഒരു 85% ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പൊ നമുക്കറിയാം ഏതൊരു പ്രൊജക്ട് ആണെങ്കിലും ഇന്ന് വരെ നമ്മൾ കേട്ടിട്ടുള്ള ഏത് പ്രൊജക്ട് ആണെങ്കിലും ഫ്ലോപ്പ് ആയി പോയിട്ടുള്ളത് അവരുടെ കയ്യിൽ ഒരുപാട് ഫണ്ട് കുന്നുകൂടുമ്പോൾ അല്ലെങ്കിൽ കുമിഞ്ഞു കൂടുമ്പോഴാണ് ഏതൊരു പ്രൊജക്റ്റിനും നോക്കി ഇതെടുത്ത് മുങ്ങിയാലോ എന്നുള്ളൊരു ചിന്ത വരുന്നത്. എന്നാൽ ഇവിടെ ആ ഒരു കുമിഞ്ഞുകൂടൽ വരുന്നില്ല. കാരണം കമ്മ്യൂണിറ്റിയിലാണ് മുഴുവൻ എമൗണ്ടും സ്പോട്ടിൽ തന്നെ ഒരു ഐഡിയ ആക്ടിവേഷൻ ആവുന്ന സ്പോട്ടിൽ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ആയി പോകുന്നത്. പിന്നെ ഞാൻ ഇപ്പോ എന്റെ ടീമും ഈ ഒരു എന്താ പറയാ ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മറ്റു പല പ്രൊജക്ടുകളിലും കണ്ടിട്ടുള്ള വിഡ്രോവൽ എന്ന് പറയുന്ന ബട്ടൺ ഇതിലില്ല എന്നുള്ളതാണ്. മറ്റുള്ള പ്രൊജക്ടുകളൊക്കെ ഈ വിഡ്രോവൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഫണ്ട് വരാത്തതാണ് അവസാനമാകുമ്പോൾ നെഗറ്റീവ് ആയിട്ട് മാറുന്നത്. ആദ്യം വരും, പിന്നെ കുറച്ച് സമയം എടുക്കും, പിന്നെ അത് വരാതെയാവും. എന്നാൽ കോയിൻ ഫോർജിൽ നമുക്കുള്ള ഇൻകം ഡയറക്റ്റ് നമ്മളുടെ ക്രിപ്റ്റോ വാലറ്റില് എപ്പോഴാണോ നമുക്ക് ഇൻകം വരേണ്ടത് അല്ലെങ്കിൽ ഏത് പൊസിഷനിൽ ബിസിനസ് പ്ലേസ്മെന്റ് വന്നപ്പോഴാണോ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഇൻകം വരേണ്ടത് അത് ആ സെക്കൻഡിൽ തന്നെ നമ്മുടെ വാലറ്റിൽ വന്ന് ക്രെഡിറ്റ് ആയിട്ടുണ്ടായിരിക്കും. അതായത് നമ്മുടെ കയ്യിൽ അത് എത്തിയിട്ടുണ്ടായിരിക്കും. അത് INR മാറ്റണമെങ്കിൽ INR മാറ്റാം. ഇനി UAE ആണെങ്കിൽ ദിർഹാക്കാനുള്ളതും അല്ലെങ്കിൽ ഖത്തറിൽ ഉപയോഗിക്കേണ്ട ആൾക്കാണെങ്കിൽ റിയാലിലേക്ക് മാറ്റേണ്ട ഒരു പണി മാത്രമാണ് നമുക്ക് അവിടെ കിട്ടുന്നുള്ളത്. അല്ലാതെ ഇനി വിഡ്രോവൽ വന്നിട്ട് വേണം നമുക്കിത് ചേഞ്ച് ചെയ്യാൻ എന്നുള്ള ഒരു കാര്യം നമുക്ക് അവിടെ ആവശ്യം വരുന്നില്ല. അതേപോലെ തന്നെ ഇനി ടോക്കൺ സ്ട്രക്ചർ ഞാൻ നേരത്തെ പറഞ്ഞു, അത് ഓൾറെഡി ആക്ടിവേഷൻ ചെയ്യുമ്പോൾ നമുക്ക് 50% റെഫർ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ടോക്കൺസ് ലഭിക്കുന്നത്. 75% ടോക്കൺ ലഭിക്കുന്നുണ്ട്.
അതേപോലെ തന്നെ യൂസർ ബെനിഫിറ്റുകളാണ്. അതായത് ഇത് ഓട്ടോമേറ്റഡ് ആണ്, ഓട്ടോമേറ്റഡ് പാസീവ് ഇൻകം ആണ്. അതായത് നമ്മൾ പോലും അറിയാതെ നമുക്ക് ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും നമുക്ക് നമ്മുടെ T14 സ്ട്രക്ചറിൽ അല്ലെങ്കിൽ T3 സ്ട്രക്ചറിലൊക്കെ നമ്മുടെ താഴെ നിന്നുള്ള റിവോൾവ് റീബർത്തുകളൊക്കെ നമുക്ക് ഇൻകം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻകം നെവർ സ്റ്റോപ്സ് എന്ന് പറയുന്നത്, അതായത് ഒരിക്കലും നിലയ്ക്കാത്ത രീതിയിലുള്ള വരുമാനം നമുക്ക് നേടാനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ, അതായത് ഇത് ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ട് വേറൊരു വ്യക്തിയുടെ കൺട്രോളിലോ അല്ലെങ്കിൽ അദ്ദേഹം ഒന്ന് മയങ്ങിപ്പോയാൽ നേരം വൈകോ എന്നുള്ള രീതിയിൽ പോലും ഇല്ലാത്തത് കൊണ്ട് അവിടെ ഒരു മാനിപ്പുലേഷൻ നടക്കുന്നില്ല. സ്മാർട്ട് കോൺട്രാക്ട് സിസ്റ്റത്തിലാണ് ഇത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരു വിശ്വാസ്യത കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മളുടെ ഫണ്ടിന്റെ കൺട്രോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിഡ്രോവൽ കൊടുത്തിട്ട് വേണ്ട നമുക്കിത് റിസീവ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ഓൾറെഡി വന്നിരിക്കുന്നുണ്ടായിരിക്കും നമ്മളുടെ ഇൻകം അല്ല. അപ്പൊ നമ്മളിലാണ് ഫണ്ടിന്റെ കൺട്രോൾ മുഴുവൻ നടക്കുന്നത്. ഒരു ലോക്ക് ഇൻ പീരീഡോ കാര്യങ്ങളോ ഒന്നുമില്ല. മിനിമം ഇത്ര എമൗണ്ട് ആയിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ നമ്മൾ പല കൺസെപ്റ്റുകളും കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ എന്നാൽ കോയിൻ ഫോർജിനെ സംബന്ധിച്ച് ഇതൊന്നും ബാധകമല്ല. അതായത് ജെന്യുവിനിറ്റിയാണ് അവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ സ്കെയിലബിൾ ഇൻകം ആണ്. നമ്മൾ വിചാരിക്കുകയാണ് നമുക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ 5 ലക്ഷം രൂപ വരുമാനം നേടണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അതേപോലെ 10 ലക്ഷം നേടണം എന്ന് നമ്മൾ തീരുമാനിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ 10 ലക്ഷം രൂപ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് യാതൊരു സ്കെയിലും ഇല്ല. നമ്മൾ നിശ്ചയിക്കുന്ന സ്കെയിലാണ് നമ്മുടെ ഇൻകത്തിന് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അൺലിമിറ്റഡ് ഏണിംഗ് പൊട്ടൻഷ്യലും പോസിബിലിറ്റിയാണ് നമുക്ക് കോയിൻ ഫോർജ് തരുന്നത്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് കോയിൻ ഫോർജ്. എന്താ പറയാ, അതിന്റെ എയിം എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയിൻ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ പ്ലാറ്റ്ഫോമുകളിൽ ഏറ്റവും കൂടുതൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള മില്യൺസ് ഓഫ് ആളുകളിലേക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എത്തിച്ചു കൊടുക്കണം എന്നുള്ള ഒരേ ഒരു പ്രോമിസ് ആണ് നമുക്ക് കോയിൻ ഫോർജ് തരുന്നുള്ളത്. അതേപോലെ തന്നെ നമ്മളെല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, എംപവറിന്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ഈ ഒരു റെവല്യൂഷന്റെ ഭാഗമായിട്ട് എംപവറിന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഇതുവരെ നിങ്ങൾക്ക് ലൈഫിൽ കിട്ടാത്ത രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ ഗ്രോത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. അത് എംപവറിന്റെയും അതുപോലെ തന്നെ കോയിൻ ഫോർജിന്റെയും ഗ്യാരണ്ടി ആണ്. ആ ട്രസ്റ്റ് നമുക്ക് നമ്മുടെ പ്രോസ്പെക്റ്റുകളിലേക്ക് അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു അവസരം പറഞ്ഞു കൊടുക്കുന്ന വ്യക്തികളിലേക്ക് നമുക്ക് നിർബന്ധമായിട്ടും കൊടുക്കേണ്ട ഒരു കാര്യമാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഫ്യൂച്ചർ ഈസ് ബീങ് ബിൽറ്റ് ഓൺ ഡീസെൻട്രലൈസേഷൻ. നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ടല്ലോ, ഡ്രൈവർ ഇല്ലാത്ത കാറൊക്കെ വന്നു എന്നുള്ളത് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതായത് ഒരാൾ പോലും കൺട്രോൾ ചെയ്യാതെ ഒരു സിസ്റ്റം റൺ ചെയ്തു പോവുക എന്നുള്ളതാണ്. അപ്പൊ അതിലേക്കാണ് ലോകം അല്ലെങ്കിൽ യൂണിവേഴ്സ് തന്നെ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളോട് ചോദിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മൾ ഇനിയും അത് കണ്ടു നിൽക്കുമോ അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ ഭാഗമാകുമോ എന്നുള്ളത് മാത്രമാണ് നമുക്കിവിടെ നമ്മളുടേതായിട്ടുള്ള ഒരു തീരുമാനം എടുക്കേണ്ടതുള്ളൂ. സോ പ്ലാൻ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ കോയിൻ ഫോർജിൽ നമുക്ക് കിട്ടുന്ന ഒരു ഗുണം ഇതാണ്, നമ്മൾ എന്താണോ നമ്മളുടെ ഒരു ഡിജിറ്റൽ അസറ്റ് നമ്മളത് നമ്മളുടെ കൂട്ടുകാരിലേക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ ഡിജിറ്റൽ അസറ്റിന്റെ എണ്ണം കൂടുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഡിജിറ്റൽ അസറ്റിന്റെ വാല്യൂ കൂടുന്നുണ്ട്. രണ്ട് കാര്യം നടന്നു. ഇതും നമ്മൾ പരിചയപ്പെടുത്തുന്ന സമയത്ത് അവരെടുക്കുന്ന സ്മാർട്ട് കോൺട്രാക്ട് വാല്യൂ അനുസരിച്ചുള്ള ഇൻകം, വരുമാനം നമുക്ക് സ്പോട്ടിൽ തന്നെ കിട്ടുന്നുണ്ട്. സോ ഏത് രീതിയിൽ നോക്കിയാലും നമുക്ക് ഇൻകം സൈഡും അതുപോലെ അസറ്റ് സൈഡും നോക്കുകയാണെങ്കിൽ കോയിൻ ഫോർജ് ദ ബെസ്റ്റ് പ്ലാറ്റ്ഫോം ആണ്. ഇനി ട്രസ്റ്റിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ തന്നെ അത് എടുത്തെടുത്ത് പറഞ്ഞൊരു കാര്യമാണ്. കഴിഞ്ഞ 6 വർഷത്തോളമായിട്ട് മാർക്കറ്റിൽ ഒരു ഓർഗനൈസേഷൻ ഇതേപോലെ ലൈവായിട്ട് ട്രെയിനിങ് പ്രോഗ്രാംസ് ആയിട്ടും അതുപോലെ തന്നെ എന്താ പറയാ ഇതുപോലെയുള്ള BOP-കളായിട്ടും എല്ലാം വളരെ ലൈവായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് തന്നെ അവർ ഏറ്റെടുത്തിട്ടുള്ള പ്രൊജക്ടുകൾ അവരെത്രത്തോളം സക്സസ് ആക്കിയിട്ടുണ്ട്, എത്രത്തോളം ഫാമിലിയിലേക്ക് ആ ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത് എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സ്റ്റിൽ ആ പ്രൊജക്ടുകളൊക്കെ ലൈവാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരു 6 വർഷമൊക്കെ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് അത്രയും പബ്ലിക്കായിട്ട് ലൈവായിട്ട് നിൽക്കുക എന്നൊക്കെ പറയുന്നത് വളരെ വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. അത് ആ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ പറ്റുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ കൂടെയാണ് നമ്മൾ ഇത്രയും വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ വന്നിട്ടുള്ളത്. സോ പുതിയതായിട്ട് ഈ ഒരു പ്ലാൻ ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ എനിക്കറിയാം എന്റെ സൗണ്ടിന് ചെറിയൊരു ചലഞ്ച് ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും നിങ്ങളെ ആരാണോ ഇൻവൈറ്റ് ചെയ്തത് അദ്ദേഹത്തിന് ആദ്യമേ ഒരു നന്ദി പറയാ. ഞാൻ തുടക്കത്തിൽ അത് പറയാൻ വിട്ടുപോയി. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കേൾക്കാനായിട്ട് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തതിന്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്ത് കൊടുത്ത് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ
ഒരു സീനിയറുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്ത് ഒറ്റ തീരുമാനം എടുക്കൊണ്ടു. നമുക്ക് ഇന്നത്തെ നമ്മൾ ഇന്നത്തെ സാമ്പത്തിക അവസ്ഥയിൽ നിന്നും മാറണോ, കോയിൻ ഫോർജ് ആണ് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്.